2019 ഞാൻ കോളേജിൽ കയറിയപ്പോൾ എൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയായിരുന്നു. ഈ ലുക്ക് വെച്ചിട്ട് ഞാൻ ആ സമയത്ത് കോളേജിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും ഒരു വലിയ ബിഗ് ബ്രദറായിരുന്നു. ഈ ഒരു ലുക്ക് വെച്ചിട്ട് എന്നെ ഒരു കാമുകനായിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടിനേക്കാൾ കുറച്ചുകൂടെ അടുത്ത ഒരു റിലേഷൻഷിപ്പിൽ ഒരു പെണ്ണും എന്നെ അടുപ്പിച്ചിട്ടില്ല. ഒരു വലിയ ബിഗ് ബ്രദർ മാത്രമാക്കിയിട്ട് എന്നെ അങ്ങ് ഒതുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ കൂടെയുള്ള എല്ലാ ബെസ്റ്റീസും വേറെ ബെസ്റ്റികളുമായിട്ട് റിലേഷൻഷിപ്പിലാവുകയും ഞാനിങ്ങനെ ഒറ്റപ്പെടുകയും ചെയ്തപ്പോഴാണ് എനിക്കൊരു വെളിപാടുണ്ടായത്, എനിക്കും ഒരു റിലേഷൻഷിപ്പിലാവണം. അങ്ങനെ ഞാൻ എൻ്റെ സെൽഫ് ഇംപ്രൂവിങ് ജേർണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇരുന്ന് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആയിത്തീർന്നു. അങ്ങനെ 110 കിലോയിലിരുന്ന ഞാൻ നല്ലപോലെ കഠിനാധ്വാനം ചെയ്ത് 80 കിലോയിലോട്ടാക്കി. അവസാനം ഇങ്ങനൊരു ലുക്കിലായപ്പോഴത്തേക്കും എനിക്ക് ഒരു പെണ്ണ് സെറ്റായി. ഈ പെണ്ണ് സെറ്റാവുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് എനിക്ക് നടന്നതെന്നും എൻ്റെ ആ ജേർണി എങ്ങനെയായിരുന്നെന്നും ഇതിൻ്റെ ഒരു ഫുൾ ബ്ലൂ പ്രിൻ്റ് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും അവസാനം ഈ റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു വലിയൊരു ബോണസ് പോയിന്റും നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായിരിക്കും. സോ വീഡിയോ ഇങ്ങനെ അടിച്ചടിച്ച് കളയാണ്ട് മൊത്തത്തിൽ കാണാൻ ശ്രമിക്കുക, എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളൊരു വലിയൊരു പ്രശ്നമാണ് ഓപ്പോസിറ്റ് ജെൻഡറിനോട് അല്ലെങ്കിൽ ആർക്കും തന്നോട് അട്രാക്ഷൻ തോന്നുന്നില്ല എന്നുള്ളൊരു പുതിയൊരു ജെൻഡർ ഫോമായി വരുന്നുണ്ട്. അതിനനുബന്ധിച്ചൊരു അഡോൾസൻസോ അങ്ങനെ എന്തോ ഒരു വെബ് സീരീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. സോ അതിനകത്ത് പറയുന്ന ഒരു പയ്യന് ഒരു പെണ്ണിനോടും തന്നോട് പ്രേമം തോന്നുന്നില്ല, ആർക്കും തന്നോട് അട്രാക്ഷൻ തോന്നുന്നില്ല എന്നുള്ളൊരു ജെൻഡറിലോട്ട് പുള്ളി മാറുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളിത് കേൾക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കഥയാണ്. ഞാൻ എങ്ങനെ ഒരു അട്രാക്ഷനും മറ്റുള്ളവർക്ക് എന്നോട് തോന്നാതിരുന്ന സമയത്ത് എന്നെ ആ പെണ്ണിനെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എങ്ങനെ അട്രാക്റ്റഡ് ആയി എന്നുള്ള ഒരു വലിയൊരു സംഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പെണ്ണ് സെറ്റാവാത്ത അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് പെണ്ണിനും വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തിരിച്ചും പ്രയോഗിച്ച് നോക്കാൻ പറ്റുന്ന സംഭവമാണ്. സൈക്കോളജിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സയന്റിഫിക്കലി പറയുന്നത് ഗൈസ്. സോ എനിക്കിത് പറഞ്ഞു തരാനുള്ള ത്വര കൂടി വരും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഗായ്സ്, once again welcome back to Upstream Creations. My name is Jirin and welcome to my channel. അഡൾട്ടായി പ്യൂബേർട്ടിയിലോട്ട് മാറുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ടാവാൻ തുടങ്ങും. ഇതിൻ്റെ ഒരു കാരണമായിട്ടാണ് നമ്മൾ ഒരു പെണ്ണിനെ കാണുമ്പോൾ അവരുടെ അട്രാക്ഷൻ തോന്നുകയും അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് അട്രാക്ഷൻ തോന്നാനുള്ള കാരണം. നമ്മുടെ സമൂഹത്തിൽ പെണ്ണ് കിട്ടാത്തവർ ഓൾറെഡി ഒരു സ്കാം പറയുന്നുണ്ട്, ബ്യൂട്ടിയിലല്ല കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ നടന്നാൽ മതി നമുക്ക് പെണ്ണ് സെറ്റാവും, നല്ല മനസ്സിലാണ് കാര്യം. ഇതിലൊക്കെ കാര്യമുണ്ട്, ഇല്ലെന്നല്ല, എങ്കിലും ഇതിനെല്ലാം ഒരു പരിധി വരെ ഉള്ളൂ. ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഉറപ്പായിട്ടും സൗന്ദര്യവും അവരുടെ ലുക്കും അവരുടെ പേഴ്സണാലിറ്റി നോക്കിയിട്ട് തന്നെയാണ് അവർ അട്രാക്ഷൻ ആവുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളിൽ തന്നെ നിങ്ങൾ കാണുക, ഓരോ ഇൻസെക്ട്സ് ആയിരുന്നാലും അനിമൽസ് ആയിരുന്നാലും അവരവരുടെ പാർട്ണറിനെ ചൂസ് ചെയ്യാനായിട്ട് കാണിച്ചു കൂട്ടുന്ന ഒരുപാട് കോപ്രായങ്ങളുണ്ട്. അതേപോലെ നമ്മളും കാണിച്ചു കൂട്ടിയാൽ മാത്രമേ അവർ നമ്മളുമായിട്ട് അട്രാക്ഷൻ ആവുള്ളൂ. ഇപ്പം കലമാനായിരുന്നാലും അല്ലെങ്കിൽ സിംഹമായിരുന്നാലും ആനയായിരുന്നാൽ കൂടെ തമ്മിൽ മെയിൽ ടു മെയിൽ ഇടിച്ച്, അല്ലെങ്കിൽ ഹിപ്പോപ്പൊട്ടാമസിനെ പറയുകയാണെങ്കിൽ ലോങ് ആയിട്ട് ഫാർട്ട് ചെയ്താണ് തങ്ങളുടെ പെണ്ണിനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചാണ് കഷ്ടപ്പെട്ടാണ് ഒരു പെണ്ണിനെ അവർ നേടിയെടുക്കുന്നത്. നമ്മുടെ ലോകത്തിൽ തന്നെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമായിട്ടാണ് പെണ്ണുങ്ങളുടെ മനസ്സ് കണക്കാക്കുന്നത്. സോ അത് പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള അത്ര ഈസി അല്ല. ഓരോ പെണ്ണുങ്ങളും ഓരോ പേഴ്സണാലിറ്റിയാണ്. സോ അതനുസരിച്ച് നമ്മൾ അവരുടെ അടുത്ത് പെരുമാറി എന്നുണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് സെറ്റാവും. സോ ഇതിൻ്റെ എല്ലാം കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ പെണ്ണ് ഒരിക്കലും നമ്മൾ ചുമ്മാ നടന്നെന്നും പറഞ്ഞ് നമുക്ക് സെറ്റാവില്ല. അതിന് മെൻ്റലി ആൻഡ് നോൺ വെർബലി കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മാത്രമേ ഒരു പെണ്ണിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ ആകർഷണം നമ്മളിലോട്ട് എത്തുള്ളൂ. ഒരു പെണ്ണിൻ്റെ പുറകെ പോണതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ അറിഞ്ഞിരിക്കണം. ഒന്ന്, വൃത്തി അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീൻ. നിങ്ങൾക്ക് മുടി ഉണ്ടായിരിക്കാം, താടി വളർത്താം, എന്ത് വേണോ ചെയ്യാം, പക്ഷേ താടിയും മുടിയും നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി വേണം നടക്കാൻ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഓട വെള്ളത്തിൽ ഉണ്ടാവുന്നതിനേക്കാളും വെറും വൃത്തികെട്ട ബാക്ടീരിയാസ് നമ്മുടെ താടിയിൽ ഉണ്ടാവുന്നതാണ്. സോ നിങ്ങൾ ആണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പേഴ്സണൽ ഹൈജീൻ ഉണ്ടായിരിക്കണം. പെണ്ണുങ്ങളായിരുന്നാലും അങ്ങനെ തന്നെ. ഈ അടുത്തായിട്ടുള്ള സ്റ്റഡീസൊക്കെ പറയുകയാണെങ്കിൽ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ കാലിൽ ആണ് ആദ്യം ശ്രദ്ധിക്കുക. സോ പേഴ്സണൽ ഹൈജീൻ ഒരു മസ്റ്റ് ആയിട്ടുള്ള സംഭവമായിരിക്കണം. അത് കഴിഞ്ഞാൽ റൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക. അതായത് ഇപ്പോൾ ഓവറായിട്ട് ബൾക്കി തോന്നിക്കുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ തീരെ ഒട്ടിക്കിടക്കുന്ന ഡ്രസ്സോ മാറ്റിയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അതാണ്, നമുക്ക് എന്തൊക്കെ മാച്ച് ആവും, ഏത് കളർ നമുക്ക് മാച്ച് ആവും, എങ്ങനത്തെ ഡ്രസ്സ് നമുക്ക് മാച്ച് ആവും. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോഴത്തേക്കും നല്ലൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരിക്കണം. സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ
കാര്യങ്ങൾ കോംപ്ലക്സ് ആയിട്ട് നശിപ്പിക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലും അതിനെ വളരെ ലഘുവായിട്ട് കൺട്രോൾ ചെയ്ത് അതിനെ അങ്ങ് ലയിപ്പിക്കുക എന്നുള്ളതാണ്. ചിലർ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും കോൺവെർസേഷൻ നടന്നാൽ വെട്ടിക്കേറി സംസാരിക്കുക, തർക്കിക്കുക. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കണ്ടുമുട്ടുക, സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരു ചിരിയോടുകൂടി അല്ലെങ്കിൽ ഒരു ഫണ്ണി ആയിട്ട് സംസാരിച്ച് നോർമലി സംസാരിച്ച് പോവുക. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാക്കുക. പിന്നെ പെണ്ണ് സെറ്റ് ആവണമെങ്കിൽ മെയിൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും ടോക്കറ്റീവ് ആവരുത്. കിടന്ന് വളവളവളവളാന്ന് ആദ്യത്തെ ഡേറ്റിൽ തന്നെ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ സംസാരിക്കുമ്പോൾ കിടന്ന് നമ്മളെപ്പറ്റി തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കരുത്. എപ്പോഴും അവരെ പറ്റി ചോദിക്കുക, അവരുടെ ഇൻട്രസ്റ്റിനെ പറ്റി ചോദിക്കുക, അവരുടെ ലൈഫിനെ പറ്റി ചോദിക്കുക. അപ്പോൾ അവർക്ക് തന്നെ അവൻ എന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ട്, സോ അവർ എന്നെപ്പറ്റി അറിയാൻ അവന് താല്പര്യമുണ്ട് എന്നുള്ളൊരു ചിന്ത പെണ്ണുങ്ങളിൽ വരും. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഹൗ ഫിസിക്കൽ അട്രാക്ഷൻ വർക്ക്. ഞാൻ പറഞ്ഞതുപോലെ ഫിസിക്കലി അട്രാക്റ്റ് ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കും പിന്നെ ഭാവിയിൽ നിലനിൽക്കുക. നല്ലൊരു മനസ്സ് വേണം, അത് വേറെ കാര്യം. എങ്കിലും ഫിസിക്കൽ അട്രാക്ഷൻ എന്ന വലിയൊരു ഘടകം നമ്മുടെ ആണിനും പെണ്ണിനും ദൈവം തന്നിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ലവ് അല്ലെങ്കിൽ സ്നേഹം ഈസ് എ ബേസിക് ബയോകെമിസ്ട്രി. അത് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു വലിയൊരു സംഭവമാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എല്ലാവരും ക്രേവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ബട്ട് അട്രാക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ബ്രെയിൻ കെമിസ്ട്രി. നമ്മൾ കണ്ടിട്ടാണ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഈ അട്രാക്ഷനും ലവും ചേർന്നാൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കെമിസ്ട്രി എന്ന് പറയാൻ കാരണം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഹോർമോൺസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ലവ് അല്ലെങ്കിൽ അട്രാക്ഷൻ അല്ലെങ്കിൽ സെക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഉണ്ടാവുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് നമുക്ക് ഗുളികകൾ കഴിച്ചും അല്ലെങ്കിൽ കൃത്രിമമായിട്ട് നമുക്ക് ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ ശേഷം ഹണിമൂൺ എന്നും പറഞ്ഞ് ഈ പയ്യനെയും പെണ്ണിനെയും പറഞ്ഞു വിടുന്നത്. ഡോപ്പമിൻ, നോർപാൻഫ്രൈൻ, സെറോട്ടനിൻ, അതേപോലെ തന്നെ അഡ്രിനാലിൻ, ഇങ്ങനെ ഒരുപാട് ഹോർമോൺസ് ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് സ്നേഹം. ഒരു പെണ്ണിനെ കാണുമ്പോൾ ഈ ഹോർമോൺസ് റിലീസാവുന്നു, അല്ലെങ്കിൽ ഒരു പയ്യനെ കാണുമ്പോൾ ഈ ഹോർമോൺസ് റിലീസാവുന്നു. നമ്മൾ ലവ് അല്ലെങ്കിൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ തിങ്സ് എല്ലാം വർക്കൗട്ട് ആവുന്നു. ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ സംഭവം വരില്ല. ഈ ഹോർമോൺസിന്റെ കുറവ് കൊണ്ടാണ് ചില ആൾക്കാർക്ക് പെണ്ണുങ്ങളോട് അട്രാക്ഷൻ തോന്നാത്തതും അല്ലെങ്കിൽ ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നാത്തതും. ഇതിനെയാണ് നമ്മൾ അസെക്സ്വൽ എന്നുള്ളൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ബട്ട് ഓഫ് കോഴ്സ് കൃത്രിമമായിട്ട് ഈ കെമിക്കൽസ് എല്ലാം നമുക്ക് ചികിത്സയിലൂടെ, മെഡിക്കേഷനിലൂടെ നമുക്ക് വർദ്ധിപ്പിക്കാനുള്ള ടെക്നോളജിയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഗേൾസ് ആൻഡ് വുമൻസ്. ഗേൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ടീനേജ് സമയത്ത് ഉള്ള പെൺപിള്ളേരെയാണ് ഗേൾസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ടീനേജ് കഴിഞ്ഞ് കൊടുത്തുള്ള അഡൾട്ട് ആകുമ്പോഴത്തേക്കും ആവുന്ന പെണ്ണുങ്ങളെയാണ് നമ്മൾ വുമൻസ് എന്ന് പറയുന്നത്. സോ ഞാൻ എപ്പോഴും കണക്കാക്കുന്ന വുമൻസിനാണ്. കാരണം ആ ഒരു സമയത്താണ് കൂടുതൽ സെറ്റിൽഡും കൂടുതൽ മെച്യൂർ റിലേഷൻഷിപ്പിലോട്ടൊക്കെ മൂവ് ചെയ്യുന്നത്. സോ വുമൻസ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്ന ആണുങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് സ്വന്തമായിട്ട് നമ്മളെ നോക്കാൻ തന്നെ നമുക്ക് കഴിവ് ഉണ്ട് എന്നുള്ള, സ്വന്തമായിട്ട് ബിസിനസ് ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടൊരു ജോലിയൊക്കെ നേടിയ ആൾക്കാരിലായിരിക്കും വുമൻസ് കൂടുതലും അട്രാക്റ്റ് ആവുന്നത്. അതിനോടൊപ്പം തന്നെ നല്ലൊരു ഫിസിക്കും നല്ലൊരു ഹെൽത്തും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുള്ളതുപോലെ സർവൈവ് ഓഫ് ദ ഫിറ്റസ്റ്റ്, നല്ല ഫിറ്റായിട്ടും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന മെയിലിനെ കാണുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഫീമെയിൽസിന് അട്രാക്ഷൻ ഉണ്ടാവും. ഗൈസ്, ഇത് സയന്റിഫിക്കലി ഉള്ളൊരു സംഭവമാണ്. ഇതിന്റെ പേരാണ് നാച്ചുറൽ സെലക്ഷൻ. ഒരു ഗ്രൂപ്പ് ഓഫ് മെയിലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിലിനെ മാത്രമേ ഒരു ഫീമെയിൽ സെലക്ട് ചെയ്യുള്ളൂ. നിങ്ങൾ ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീൻസിൽ അത് പ്രകടമാണ്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്ക് അത്രയും നല്ല സ്ട്രോങ് ജീൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫിസിക്കലി ഫിറ്റായിട്ടുള്ള മെയിൽസിൻ്റെ ചെസ്റ്റ്, അതേപോലെ തന്നെ നെക്കിൻ്റെ ഭാഗങ്ങൾ, ആംസിലുള്ള വെയിൻസ്, ഈ സാധനങ്ങൾ കാണുമ്പോൾ തന്നെ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് സെക്സ്വലി അറോസ് ആവും. സോ ഇങ്ങനെ അട്രാക്റ്റ് ആവുന്ന പെണ്ണുങ്ങൾ പിന്നെ അതിൽ ലവിലോട്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ തിങ്സിലോട്ടോ മൂവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഗൈസ്, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് തിങ്സ്. ഇത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും വച്ചിരിക്കണം. ഇനി നമ്മുടെ തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ വീഡിയോയിലോട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പോവുകയാണ്. ഹൗ ഐ മെയ്ഡ് ഹർ ഫോൾ ഇൻ ലവ്. ഞാൻ എങ്ങനെയാണ് ആ യുവതിയെ എൻ്റെ പ്രണയിനിയായി മാറ്റിയത്? ഫസ്റ്റ് തിങ് ഞാൻ ചെയ്തൊരു കാര്യമാണ് അവളുടെ സ്മൈൽ നോട്ടീസ് ചെയ്തു. ഞാൻ ആദ്യം തന്നെ അവൾ നോട്ടീസ് ചെയ്ത സംഭവം അവളുടെ സ്മൈലായിരുന്നു. നമുക്കറിയാം, നമ്മൾ പുതിയൊരു സ്ട്രേഞ്ചറിനെ ആയിരുന്നല്ലോ നമ്മൾ ആരെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവം സ്മൈലാണ്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ നമ്മളുടെ ചിരിക്കുമ്പോഴത്തേക്കും അത് ചുമ്മാ ഒരു പേരിന് വേണ്ടിയുള്ള ചിരിയാണോ അല്ല ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് സ്മൈലാണോ എന്ന്. ഈ ജെന്യൂൻ ആയിട്ടുള്ള സ്മൈൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? വളരെ സിമ്പിളാണ്. ഒരാൾ ചിരിക്കുമ്പോഴത്തേക്കും അയാളുടെ കണ്ണിന് ചുറ്റും ഈ ഒരു ചുളിവ് വരണം. അപ്പോൾ നല്ല ഡിമ്പിളൊക്കെ കാണിച്ച് കണ്ണൊക്കെ നല്ല ചുരുക്കി ഒരാൾ നമ്മളെ നോക്കി ചിരിക്കുവാണെങ്കിൽ ദേ ആർ ഗിവിങ് അസ് എ ഗ്രീറ്റിംഗ് സ്മൈൽ. നല്ലൊരു സ്മൈലാണ് നമുക്ക് തരുന്നത്.
ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ്, ബാക്കിയുള്ള എല്ലാം നിൽക്കുമ്പോഴും എനിക്ക് അവിടുത്തെ പ്രത്യേക ഒരു താല്പര്യം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ബോഡി ലാംഗ്വേജ്. അതായത് ഓപ്പൺ ആയിട്ടുള്ള ഫീറ്റ്. നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരാളെ ക്രോസ് ചെയ്താണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ നമ്മളടുത്ത് സംസാരിക്കാൻ വരാനുള്ള ചാൻസ് കുറവാണെന്നാണ് സൈക്കോളജിക്കലി പറയുന്നത്. സോ നമ്മൾ ഫീറ്റ് അവരുടെ നേരിലോട്ടൊന്നിങ്ങനെ വി ഷേപ്പിൽ ഓപ്പൺ ആക്കി വെക്കുകയാണെങ്കിൽ ഓപ്പൺ ടു ടോക്കാണ്. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബോഡി ലാംഗ്വേജസ് ഞാൻ കാണിച്ചു. എനിക്ക് സംസാരിക്കാനും തോന്നുന്നുണ്ട്, ഐ ആം അട്രാക്റ്റഡ് ടു ഹെർ എന്നുള്ള രീതിയിലുള്ള സിഗ്നൽസ് ഞാൻ കാണിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഐ കോണ്ടാക്ട്. ഞാൻ ഇത്രയും ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർ അവിടെയും തിരിഞ്ഞ് ഇവിടെ തിരിഞ്ഞ് ഇങ്ങനെ സംസാരിക്കാതെ അവളെ കണ്ണിൽ തന്നെ നോക്കി പറയാനുള്ള കാര്യങ്ങൾ ഒരു ചെറിയ സ്മൈലോട് കൂടി അങ്ങോട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ടുള്ള കണ്ടുമുട്ടലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഇംപ്രഷൻ നല്ലതാക്കിയത് കൊണ്ട് പിന്നെ എവിടെ വെച്ച് കണ്ടാലും വീണ്ടും സംസാരിക്കാനുള്ള ടെൻഡൻസി അവൾ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ അടുത്ത് പിന്നെ കാണുന്ന സമയത്ത് ഇരിക്കുമ്പോഴായാലും നിൽക്കുമ്പോഴായാലും കുറച്ചുകൂടെ ക്ലോസ് കോണ്ടാക്റ്റിൽ നിൽക്കാനും ക്ലോസ് കോണ്ടാക്റ്റിൽ ഇരിക്കാനും ഞാൻ ട്രൈ ചെയ്തു. മാത്രമല്ല ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവരുടെ സ്മോൾ ഡീറ്റെയിൽസ്, അവരുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഐലൈനർ, ഇങ്ങനെയുള്ള മേക്കപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്മോൾ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഞാൻ നോക്കി വെച്ചിട്ട് അതിനെപ്പറ്റി അടുത്ത് ചോദിക്കാൻ തുടങ്ങി. മാത്രമല്ല ഒരുമാതിരി ഇൻ്റർവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം മാറ്റിയിട്ട് അവൾക്ക് എന്താണോ സംസാരിക്കാൻ ആഗ്രഹം, അവളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ ആയിരുന്നാലും ബുക്സിനെ പറ്റിയായാലും മൂവീസിനെ പറ്റിയാലും കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. ഈവൻ അവരുടെ പ്രീവിയസ് റിലേഷൻഷിപ്പിനെ പറ്റിയായിരുന്നാലും അവർക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനുള്ള മാനസികാവസ്ഥ ഞാൻ കാണിച്ചു. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ലൈഫിനെ പറ്റിയുള്ള ക്യൂരിയോസിറ്റി അവളിൽ കൂട്ടി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും ഒരിക്കലും നമ്മളടുത്ത് എല്ലാം തുറന്നു പറയില്ല, അഥവാ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മളടുത്ത് സംസാരിക്കുകയില്ല. സോ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ അവരെ ക്രേവിപ്പിക്കണം. എന്ത് കാര്യമായിരുന്നാലും ഫുഡിനായിരുന്നാലും എന്ത് കാര്യം നമ്മൾ ആദ്യമേ ചെന്നിട്ട് ഇത് വേണോ എന്ന് ചോദിക്കുന്നതിന് പകരം അതിലോട്ട് അവരെ എത്തിക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ക്രേവിപ്പിക്കുക. ലവിലായിരുന്നാലും ഫിസിക്കൽ തിങ്സിലായാലും മേക്ക് ഹെർ ക്രേവ്. അതിനുവേണ്ടി ഞാൻ ചെയ്ത വലിയൊരു കാര്യമാണ് നല്ല കിടിലമായിട്ടുള്ള ക്ലോസിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്രാവശ്യം നമ്മൾ കണ്ട് സംസാരിച്ചിട്ട് പോണ സമയത്ത് നമ്മൾ പറയും എൻ്റെ ലൈഫ് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല, എൻ്റെ ലൈഫ് കേട്ടാൽ നിനക്ക് ബോറാവും, അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ ഇങ്ങനെ പറയുന്നല്ല, ഞാൻ എക്സാമ്പിൾ ആട്ടോ പറയുന്നത്, ഞാൻ വെറും വൃത്തികെട്ട ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റോറി എനിക്ക് പറയാൻ താല്പര്യമില്ല, നീ കേട്ടാലും നിനക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഉള്ള ഒരു കോൺവെർസേഷൻ ഞാൻ കട്ട് ചെയ്യാൻ ശ്രമിച്ചു. സോ നെക്സ്റ്റ് ടൈം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ഈ പെമ്പിള്ളേരെ പ്രത്യേകമുള്ളൊരു സംഭവമാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ മനസ്സിൽ കാണും. ഇത് നമ്മൾ റിലേഷൻഷിപ്പ് കഴിയുമ്പോഴും അങ്ങനെയാണ്, നമ്മൾ പറഞ്ഞ സ്റ്റോറീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എക്സിനെ വെച്ചിട്ടൊക്കെ അവർ അടി ഉണ്ടാകുമ്പോഴത്തേക്കും ഇതെല്ലാം വെളിയിലെടുത്തിടും. സോ അതവർക്ക് നേച്ചുറലി ദൈവം കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ഭയങ്കര ഓർമ്മയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് അവരുടെ മനസ്സിൽ അത് കാണും. സോ നെക്സ്റ്റ് ടൈം നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നൈസായിട്ട് ചോദിക്കും, നീ അന്ന് പറഞ്ഞല്ലോ നിൻ്റെ ലൈഫിൽ എന്തോ പ്രശ്നമുണ്ട് അതിനെപ്പറ്റി പറ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കും. ഒരിക്കലും നിങ്ങൾ ഒരു കോൺവെർസേഷനിൽ തന്നെ നിങ്ങളെപ്പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കരുത്. ഇച്ചിരിയായിട്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോ ഡോസ് കൊടുക്കും പോലെ നിങ്ങളെപ്പറ്റി പറഞ്ഞ് ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വലിയൊരു മീഡിയം ഓഫ് കോൺവെർസേഷനാണ് ഫുഡ്. നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ നല്ലൊരു കോഫി. എനിക്ക് ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തത് കോഫിയാണ്. ഞാൻ ഡേറ്റ് ചെയ്തിരുന്ന ആ പെണ്ണിന് കോഫി ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല കോഫി ഷോപ്പ് നോക്കിയായിരിക്കും കയറുക, അല്ലെങ്കിൽ നല്ല ഫുഡൊക്കെ ഒരെണ്ണം വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുക. ഇങ്ങനത്തെ ഒരു വലിയ മീഡിയം ഓഫ് കോൺവെർസേഷൻ ഫുഡാക്കി. ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെടണം എന്നില്ല. ഞാൻ ഡേറ്റ് ചെയ്തിരുന്ന പെണ്ണിന് ഫുഡ് ഇഷ്ടമായിരുന്നു. സോ അത് എന്നെ ഒരുപാട് അവളുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിലെ ഫേസ് 1 കഴിഞ്ഞ് ഫേസ് 2 എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ക്ലോസ് ആയി എന്ന് എനിക്ക് തോന്നിയ സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യമാണ് ടെക്സ്റ്റിലോ അല്ലെങ്കിൽ കോൾ വഴിയോ അധികം സംസാരിക്കാണ്ടിരിക്കുക. മാത്രമല്ല ഞാൻ ഡേറ്റ് ചെയ്തിരുന്ന ആ ഒരു പെൺകുട്ടി വേറെ ഏതെങ്കിലും പയ്യന്മാരുടെ കൂടെ അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഒട്ടും കെയർ ചെയ്യാതിരിക്കുക. ഞാൻ ചിലപ്പോൾ ഒട്ടും അറിയാത്ത പോലെയൊക്കെ സൈഡിൽ കൂടെയൊക്കെ കാണാത്ത പോലെയൊക്കെ പോകും. അപ്പം അവർ ചെയ്യും, നമ്മൾ ഒരുപാട് സംസാരിച്ചല്ലേ, എന്തുകൊണ്ട് എന്നെ നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു രീതി അവർക്ക് തോന്നും. മാത്രമല്ല ഇത് ചില സമയങ്ങളിൽ അവരുടെ കൂടെ ആരും ഇല്ല എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അടുത്ത് നിന്ന് ഒരുപാട് കെയറിങ് കൊടുക്കുകയും അല്ലെങ്കിൽ ആൾക്കാരൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അവളിൽ മാത്രം അറ്റൻഷൻ കൊടുക്കുന്നു എന്നുള്ള രീതിയിലും ഞാൻ ഒരുപാട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബിഹേവിങ് സ്വിച്ചിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് തന്നെ ഒരു സംശയം ഇടയ്ക്ക് വരും,
അവൾക്ക് സംസാരിക്കണോ, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മളുമായിട്ട് സംസാരിക്കാനും കാണാനും കിട്ടുന്ന സമയമൊന്നും അവർ വെറുതെ വിടില്ല, പാഴാക്കിയില്ല. ഇനി ഒരുവിധം എല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തൊരു കാര്യമാണ് ജെന്റിൽ ടച്ച്. ഞാൻ അവളോടും അവൾ എന്നോടും നല്ലപോലെ കംഫർട്ടബിൾ ആയി എന്ന് തോന്നിയ സമയത്ത് ഞാൻ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും സാധനങ്ങളായി കൊടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു ടച്ച്, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ടച്ച് ചെയ്ത് നിൽക്കുക. ജെന്റിലായിട്ടുള്ള ടച്ച് ഞാൻ ഒരുപാട് കെയർ ചെയ്തിരുന്നു. അത് അവൾ ഒരുപാട് എൻജോയ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഡോമിനേഷൻ ഞാൻ കാണിച്ചിരുന്നു. അതായത് റോഡിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ നടത്താതെ ലെഫ്റ്റ് സൈഡ് നടത്തുക. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇതൊക്കെ അവർ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇച്ചിരി പ്രൊട്ടക്റ്റീവ് ആവുക, ഇതൊക്കെ നാച്ചുറലായിട്ട് ഒരു ഒരു പെണ്ണിനോട് കാണിക്കുന്ന ട്രെയ്റ്റ്സ് ആണ്. സോ ഇതൊക്കെ ഞാൻ കാണിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്ത വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഒരു കോംപ്രമൈസും കാണിക്കില്ല. എൻ്റെ റൊട്ടീൻസ് എല്ലാം ഞാൻ അത് കറക്റ്റ് ഫോളോ ചെയ്തിട്ട് വരുന്ന എക്സ്ട്രാ ടൈം മാത്രമേ ഞാൻ അവർക്ക് കൊടുത്തിരുന്നുള്ളൂ. ഇതും അവർ നോട്ടീസ് ചെയ്യും. ഹീ ഈസ് സോ പാഷനേറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് എന്നുള്ളൊരു ഫീല് ആ പെണ്ണിനുണ്ടായി. പിന്നെ ഹോണസ്റ്റിയിലും ഞാൻ ഒട്ടും വിട്ടുവീഴ്ച കാണിച്ചില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് എന്നുള്ള കാര്യം ഞാൻ സൂപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. ഈവൻ അവളോട് തോന്നുന്ന ഫീലിങ്സ്, അല്ലെങ്കിൽ അവൾ കാണിക്കുന്നതിൽ എനിക്ക് തോന്നുന്ന ഫീലിങ്സ്, ഇതെല്ലാം ഞാൻ ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം, എവിടെയായിരുന്നാലും ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അതോടൊപ്പം തന്നെ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എപ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമോ അപ്പോഴെല്ലാം ഞാൻ ഒരുപാട് അവളെ കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ പറ്റിയുള്ള സീരിയസ് ടോക്സോ അല്ലെങ്കിൽ അവളെ പറ്റിയുള്ള സീരിയസ് ടോക്സ് ഒക്കെ പറഞ്ഞു തരുമ്പോൾ ശോകം അടുപ്പിക്കാണ്ട് സെൻസ് ഓഫ് ഹ്യൂമർ വെച്ച് അത്യാവശ്യം ഫണ്ണി ആയിട്ട് സംസാരിക്കാനും ചിരിപ്പിക്കാനും തുടങ്ങി. മാത്രമല്ല, റിലേറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സിറ്റുവേഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇതിനകത്ത് അവൾ പറയുന്ന കാര്യങ്ങളും അവൾ എടുക്കുന്ന ഡിസിഷൻസും ഞാൻ റെസ്പെക്ട് ചെയ്തു. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്പേസ്, എപ്പോഴും ഫോൺ വിളിക്കാതെ എപ്പോഴും മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്താണ്ട് അവൾക്കൊരു സ്പേസ് വേണമെന്ന് തോന്നുമ്പോഴൊക്കെ അവൾക്കൊരു സ്പേസ് ഞാൻ കൊടുത്തു. ഓവറായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും വയ്ക്കാതെ, മറ്റേ സിനിമയിൽ പറയും പോലെ ഇഫ് യു ലവ് സംതിങ് സെറ്റ് ഇറ്റ് ഫ്രീ, ഇഫ് ഇറ്റ് കം ബാക്ക് ഇറ്റ്സ് യുവേഴ്സ്, അതർവൈസ് ഇറ്റ്സ് നോട്ട്. അവൾക്ക് എന്തെങ്കിലും ഡ്രീംസ് അച്ചീവ് ചെയ്യാനുണ്ടോ, അവളുടെ ഗോൾസ് എന്താണെന്ന് അറിഞ്ഞാൽ അതിനുവേണ്ടി അവളെ എൻകറേജ് ചെയ്തു, അവളെ പ്രോത്സാഹിപ്പിച്ചു. സയൻറ്റിഫിക്കലി മെച്ചോർഡ് ലവ് എന്ന് പറയുന്നത് എപ്പോഴും ഫോൺ വിളിക്കുന്നതും ടെക്സ്റ്റ് ചെയ്യുന്നതും സെക്സ് ചെയ്യുന്നതും അല്ല. ഏറ്റവും നല്ല മെച്ചോർഡ് ലവ് എന്ന് പറയുന്നത് നല്ലൊരു പാർട്ണർ, ബെസ്റ്റ് ഫ്രണ്ടായിട്ടിരിക്കുക, അവരുടെ ബെസ്റ്റ് വേർഷൻ പുറത്തു കൊണ്ടുവരാൻ അവരെ സഹായിക്കുക എന്നുള്ളതൊക്കെയാണ് ഏറ്റവും മെച്ചോർഡ് ആയിട്ടുള്ള ലവിൻ്റെ ഫോം. ഞാൻ അന്നും ഇന്നും ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ്, എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വിട്ടിട്ട് ഒരു രീതിയിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല. ഇപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എൻ്റെ കാര്യം കളഞ്ഞിട്ട് ഞാൻ അവരുടെ പിറകെ പോകാനോ, അവർക്ക് എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മാത്രമേ അവർക്കുള്ള പരിഗണന ഞാൻ കൊടുത്തിരുന്നുള്ളൂ. ചത്ത് കിടന്ന ഒരു പാർട്ട്ണറിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ നേടുന്നതല്ല ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു പാഷൻ വേണം, നല്ലൊരു ഗോൾ വേണം, ഒരു അംബീഷൻ വേണം. ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു മനസ്സ് വേണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാതായിപ്പോൾ. ഇതൊക്കെ നേടുന്ന സമയത്ത് ഇതെല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ വരുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ. ഇതൊക്കെ സ്വാഭാവികമായും നമുക്ക് വന്ന് ചേരുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഒരിക്കലും അതിന് 100% എഫേർട്ട് ഇട്ട് അതിനെ പ്രിസർവ് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇത് വലിയൊരു അവയർനെസ് ആയിട്ട് മാറുന്നൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So thank you for watching. See you in next video.